ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 32-ാമത്തെ സർഗം. സീതാദേവി ഹനുമാനെ കാണുന്നത്. തതശാകാന്തരേ ലീനം ദൃഷ്ട്വാ ചലിതമാനസ നിശ്ചിതാർജുനവസ്ത്രം തം വിദ്യുത്സംഘാതപിംഗളം. കൊമ്പുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നവനും വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നവനും മിന്നൽ പിണരൊത്ത നിറത്തോടു കൂടിയവനുമായ ഹനുമാനെ കണ്ട് സീത പരിഭ്രമിച്ചു. സ ദദർശകവിം തത്ര പ്രസൃതം പ്രിയവാദിനം ഉല്ലാശോകോൽക്കരാഭാസം തപ്തചാമീകരേക്ഷണം. ഉരുകിയ തങ്കത്തിനൊത്ത കണ്ണുകളുള്ള വിടർന്ന അശോക പൂങ്കുലയ്ക്കൊത്ത കാന്തിയോടുകൂടിയ വിനയാനിതനും പ്രിയ ഭാഷണം ചെയ്യുന്നവനുമായ ആ വാനരനെ ദേവി കണ്ടു. മൈഥിലി ചിന്തയാമാസ വിസ്മയം പരമം ഗത. മൈഥിലി വിസ്മയത്തോടെ ഇപ്രകാരം ചിന്തിച്ചു. അഹോ ഭീമമിതം രൂപം വാനരസ്യ ദുരാസദം ദ്വനിരീക്ഷമിതി ജ്ഞാത്വാ പുനരേവ മുമോഹസ. ഭയങ്കരവും അസാധാരണവുമായി ഈ വാനരൂപം നോക്കാൻ പോലും വയ്യല്ലോ എന്ന് വിചാരിച്ച് അവൾ ഭയത്താൽ വിഭ്രാന്ത ചിത്തയായി. വിലലാഭ പ്രശംസീത കരുണം ഭയമോഹിത രാമരാമേതി ദുഃഖാർത്ത ലക്ഷ്മണേതി ജപാമിനി രുരോധ ബഹുധാ സീത മന്ദം മന്ദസ്വരാസതി. ഭയമോഹിതയായ സീതാദേവി കരുണം വിലപിച്ച് ദുഃഖത്തിലാണ്ട സതീരത്നമായ ദേവി നേർത്ത സ്വരത്തിൽ രാമ രാമ ലക്ഷ്മണ എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങിക്കരഞ്ഞു. സാദം ദൃഷ്ട്വാ ഹരിശ്രേഷ്ഠം വിനീതവത് ഉപസ്ഥിതം മൈഥിലി ചിന്തയാമാസ സ്വപ്നോയം വിധിവാമിനി. വിനയപൂർവ്വം അടുത്തു നിൽക്കുന്ന ആ വാനരവീരനെ കണ്ട് മൈഥിലി ഇതൊരു സ്വപ്നം തന്നെ എന്ന് നിശ്ചയിച്ചു. സ വീക്ഷമാണ പൃഥഭുക്നവക്ത്രം ശാഖ മൃഗേന്ദ്രസ്യ യഥോക്തകാമം ദദർശ പിംഗാധിപതേരമാദ്യം പാദാത്മജം ബുദ്ധിമതാം വരിഷ്ഠം. സുഗ്രീവാജ്ഞ അനുസരിച്ച് നടക്കുന്നവനും അതിബുദ്ധിമാനും തടിച്ച വക്രമായ മുഖത്തോടു കൂടിയവനുമായ വായുപുത്രനെ ചിന്താമഗ്നയായി ദേവി ദർശിച്ചു. സാധം സമീക്ഷൈവ വൃഷം വിസജ്ഞ ഗതാസുകൽപ്പേവ ബഭൂവ സീത ചിരേണ സജ്ഞാം പ്രതിലഭ്യ ഭൂയോ വിചിന്തയാമാസ വിശാലനേത്ര. അവൾ അവനെ സൂക്ഷ്മമായി വീക്ഷിച്ചു. അക്ഷണം തന്നെ ബോധശൂന്യായി പ്രാണം പോയ നിലയിലായി തീർന്നു. അല്പം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ വിശാല നേത്രയായ സീതാദേവി ആലോചനയിൽ മുഴുകി. സ്വപ്നേമയായം വികൃതോദ്യദൃഷ്ട ശാഖാമൃഗശാസ്ത്രഗണീർനിഷിദ്ധ സ്വസ്ത്യസ്തു രാമായ സ ലക്ഷ്മണായ തഥാപി ദുർമേ ജനകസ്യ രാജ്ഞ. ശാസ്ത്രങ്ങൾ നിഷിദ്ധമെന്ന് പറഞ്ഞിട്ടുള്ള വികൃതരൂപിയായൊരു വാനരനെ ഞാനിപ്പോൾ സ്വപ്നം കണ്ടു. രാമനും ലക്ഷ്മണനും എൻ്റെ അച്ഛൻ ജനകമഹാരാജാവനും ക്ഷേമം ഭവിക്കട്ടെ. ദുസ്വപ്നം കണ്ടാൽ ഇഷ്ടജനങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടാവുമെന്നാണ് ശാസ്ത്രം. അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് സീത പ്രാർത്ഥിക്കുകയാണ്. സ്വപ്നോഭിനായം നഹിമേസ്തി നിദ്ര ശോകേന ദുഃഖേന ജ പീഡിതായ സുഖം ഹിമേനാസ്തി യതോ വിഹീന തേനേന്ദുപൂർണ്ണ പ്രതിമാനനേന. ഇത് സ്വപ്നമല്ല. സദാ ദുഃഖത്തിൽ നേറിക്കഴിയുന്ന എനിക്ക് ഉറക്കം തന്നെ ഇല്ലല്ലോ. ഉറക്കത്തിലല്ലേ സ്വപ്നമുള്ളൂ. പൂർണ്ണേന്ദുമുഖനായ രാമനെ പിരിഞ്ഞ് ജീവിക്കുന്ന എനിക്ക് സുഖമെന്നതും ഇല്ലല്ലോ. രാമേതി തദൈവ ബുദ്ധ്യാ വിചിന്യ വാചാ ബ്രുവതി തമേവ തസ്യാനുരൂപാം ജഗതാം തമർത്ഥം ഏവം പ്രപശ്യാമി തദാ ശൃണോമി. സദാ രാമ എന്ന് മനസ്സാ സ്മരിച്ചും ജപിച്ചും കഴിയുന്ന ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥ കേൾക്കുകയും അതിനോട് ബന്ധപ്പെട്ട രൂപം കാണുകയും ചെയ്യുന്നു. അങ്ങനെ ആ കഥയുടെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അഹം വിദസ്യാദിമനോഭവേന സംപീഡിതാതൽഗത സർവഭാവ വിചിന്തയന്തി തതതം തമേവ തദൈവ പശ്യാമി തദാ ശൃണോമി. ഇപ്പോൾ എൻ്റെ മനസ്സിനെ പീഡിപ്പിക്കുന്നത് രാമനെക്കുറിച്ചുള്ള അഭിലാഷമാണ്. രാമനിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന മനസ്സോടുകൂടി ഞാൻ സദാ അദ്ദേഹത്തെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. രാമനല്ലാതെ മറ്റൊന്നും തൻ്റെ മനസ്സിലും നാവിലും ചിന്തയിലും ഇല്ല. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം രാമമയം എന്ന് സീത വ്യക്തമാക്കുന്നു. മനോരഥസ്യാദിതി ചിന്തയാമി തഥാ വിബുദ്ധ്യാ ച വിതർക്കയാമി കിം കാരണം തസ്യ ഹി നാസ്തി രൂപം സുവ്യക്തരൂപശ്ച പ്രദധ്യയം മാം. ഇതെല്ലാം
മനസ്സിൻ്റെ സങ്കല്പം മാത്രമാണെന്ന് തോന്നുമ്പോഴും അങ്ങനെ അല്ല എന്ന് ബുദ്ധി തിരിച്ചറിയുന്നു. തോന്നലിന് രൂപമില്ല. ഇവനാകട്ടെ സ്പഷ്ടമായ രൂപത്തോടുകൂടി എൻ്റെ സമീപം നിന്ന് സംസാരിക്കുന്നു. ഉദ്ദേശം എന്തായിരിക്കും? നമോസ്തു വാചസ്പതേ സവജ്രിണേ സ്വയംഭുവേ ചൈവ ഹുദാശനായ ജ അനേന ചോക്തം യതിദം മമാഗ്രതോ വനൗഹസ തച്ച ദദാസ്തു നാന്യത. ഇന്ദ്രനോടുകൂടിയ ബൃഹസ്പതിക്കും ബ്രഹ്മാവിനും അഗ്നിക്കും നമസ്കാരം. ഈ വാനരൻ ഞാൻ കേൾക്കുമാർ പറഞ്ഞതെല്ലാം അപ്രകാരം തന്നെ ഫലിക്കട്ടെ, മറിച്ച് ആവാതിരിക്കട്ടെ. താൻ കേട്ട വാക്കുകൾ സത്യമായി വരട്ടെ എന്ന് സീത പ്രാർത്ഥിക്കുന്നു. വാക്കിൻ്റെ നാഥനാണ് ദേവഗുരുവായ ബൃഹസ്പതി. വാക്കിനെ ഉൾക്കൊള്ളുന്ന മനസ്സിൻ്റെ അധിപതിയാണ് ഇന്ദ്രൻ. വാക്കിന് അധിഷ്ഠാന ദേവതയാണ് അഗ്നി. ബ്രഹ്മാവ് സൃഷ്ടാവും സത്യസ്വരൂപനുമാണ്. കേട്ടതെല്ലാം സത്യമാവട്ടെ എന്ന് ഈ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭൂമിപുത്രിയായ സീത. ഇതോടുകൂടി 32ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇനി 33ാമത്തെ സർഗത്തിൽ ഹനുമാൻ സീതാദേവിയുമായി സംഭാഷണം ചെയ്യാൻ തുടങ്ങുന്നു. ആ ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.